2000 വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 70 ലക്ഷം മുതൽ 1 കോടി മനുഷ്യർ The Maya are one of the most famous ancient societies of the Americas. ഒരു 1000 കിലോമീറ്ററിൽ അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം, നെല്ല്, പയർ, അവർക്ക് ഏതൊക്കെ മൃഗങ്ങളെയാണോ വളർത്തേണ്ടത് അതൊക്കെ വളർത്തി വളരെ സന്തോഷകരമായി ജീവിക്കുന്നു. കാലങ്ങൾ പതിയെ പതിയെ പോകുന്നു. ഈ സമയത്ത് പതിയെ പതിയെ സ്പെയിൻ അധിനിവേശം ഉണ്ടാകുന്നു. അവിടെയുള്ള ജനങ്ങളെ കാണുന്നു, അവരൊക്കെ വിഡ്ഢികളാണെന്ന് പറയുന്നു. ഇവരെയൊക്കെ നമുക്ക് അടിമകളാക്കാം. ഈ സ്ഥലം സമ്പത്ത് കൊണ്ടും പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും സമൃദ്ധമാണ്. ഇവയൊക്കെ നമുക്ക് എടുത്തുകൊണ്ടു പോകാം. ഇവരെ നമ്മുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പതിയെ പതിയെ ഒരു വംശത്തെ മുഴുവനായും തുടച്ചു നീക്കുന്നു. പലരും ഭയന്ന് കാടുകൾക്കുള്ളിലേക്ക് ഓടാൻ തുടങ്ങി. ഏത് സ്ഥലത്തേക്ക് പോയാൽ തങ്ങൾക്ക് സംരക്ഷണം കിട്ടും, ജീവൻ രക്ഷിക്കാനും അവരുടെ ചരിത്രത്തെ കാത്തു സൂക്ഷിക്കാനും അവരുടെ വംശത്തെ രക്ഷിക്കാനും അവർ ഓടുന്നു. അങ്ങനെ ഓടിയ കാടാണ് ഗോട്ടമേല റെയിൻ ഫോറസ്റ്റ്. Guatemalan archaeologists are making a fascinating discovery. Let's go to see that. Bert Baldwin. ഇത് മെക്സിക്കോയിലാണുള്ളത്. ആ മഴക്കാടുകൾക്കുള്ളിൽ ഓടി ഒളിച്ച ഈ ഒരു വംശമാണ് മായൻസ്. ആ മായൻസിനെ നശിപ്പിച്ചവരാണ് സ്പെയിൻ. ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. സ്പെയിൻ നാട് മാത്രമല്ല, മറ്റ് പല നാടുകൾ ചേർന്ന് മുഴുവനായും ആ ഒരു നാഗരികതയെ ശിഥിലമാക്കി എന്ന് പറയാം. എന്തിനാണ് ഇങ്ങനെ ഒരു നരഹത്യ എന്ന് ചോദിച്ചാൽ, എനിക്ക് ജീവിക്കാൻ ഞാൻ ആരെ വേണമെങ്കിലും കൊല്ലുമെന്നുള്ള പുതിയ മാനവികത. മായൻസ് നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് നമ്മളിടുന്ന വീഡിയോസിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അക്കാലത്തെ മനുഷ്യർ എങ്ങനെ ജീവിച്ചു, അവരുടെ രീതികൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കുള്ളിൽ വല്ലാത്തൊരു വികാരമുണ്ടാകും. അങ്ങനെയുള്ള മായൻസിന്റെ അവരെ കാലത്ത് എങ്ങനെ ജീവിച്ചു, ഇങ്ങനെ പല കാര്യങ്ങളും ഗവേഷകർ കണ്ടെത്തുന്നു. ഈ കണ്ടുപിടിച്ചതിൽ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ഹൈവേസ്. ഇന്ന് ഒരു റോഡ് ഇടുകയാണെങ്കിൽ 4-ാം ദിവസം കുണ്ടും കുഴിയുമാകുന്ന ഇന്നത്തെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഹൈവേ നിർമ്മിച്ച് മായൻസ് ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നു. ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് കണ്ടെത്തുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ മായൻസിന്റെ ചരിത്രമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അവരുടെ നഷ്ടപ്പെട്ട നഗരത്തെക്കുറിച്ചും അവരുടെ നാഗരികതയെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി കാണാം. $70 ലക്ഷം മുതൽ 1 കോടിയോളം മനുഷ്യർ ആ സ്ഥലത്ത് ജീവിച്ചിട്ടുണ്ടാകാം എന്ന് ഗവേഷകർ കണ്ടെത്തുന്നു. 61,000 വീടുകൾ കണ്ടുപിടിക്കുന്നു ആ ഒരു ചെറിയ പ്രദേശത്ത്. കൂടാതെ അവിടെ ഹൈവേ ഉണ്ടായിരുന്നു, കാർഷിക ഭൂപ്രദേശം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് പിരമിഡുകൾ ഉണ്ടായിരുന്നു, അതിനുശേഷം ക്ഷേത്രമുണ്ടായിരുന്നു, അവിടെ ഇഷ്ട ദൈവങ്ങൾ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലം. ഇങ്ങനെ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെ 2019 വരെ കണ്ടുപിടിക്കുന്നു. ഏകദേശം 362 ചതുരശ്ര കിലോമീറ്റർ മനുഷ്യർ ജീവിച്ച പ്രദേശം, 952 ചതുരശ്ര കിലോമീറ്റർ കൃഷിഭൂമിയായിരുന്നു, 106 ചതുരശ്ര കിലോമീറ്റർ നഗര കേന്ദ്രങ്ങൾക്കിടയിലെ റോഡുകളെന്നും പറയുന്നു. ഇപ്പോ ഇതൊക്കെ അവർ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളൊരു ചോദ്യം വരും. LIDAR സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇക്കാര്യങ്ങളെല്ലാം കണ്ടെത്തിയത്, അതായത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ഈ LIDAR എന്നത് സാധാരണ ഒരു റേഡാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവിടെയുള്ള റേഡാർ സിഗ്നൽസ് എവിടെയോ പോയി തട്ടി തിരികെ വരുമ്പോൾ അവിടെ ഒരു വസ്തു ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തും. റേഡാർ സാങ്കേതിക വിദ്യയ്ക്ക് ഭൂമിയുടെ ഉപരിതലത്തിലെ കട്ടിയുള്ള വനാന്തരങ്ങളിലൂടെയും ഭൂപട സവിശേഷതകളിലൂടെയും തുളച്ചു കയറാൻ കഴിയുന്നതിനാൽ ഭൂമിയിലെ മനുഷ്യനിർമ്മിത സവിശേഷതകൾ തിരിച്ചറിയാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഗ്രൗണ്ട് മാപ്പുകൾ നിർമ്മിക്കാൻ ഇവയെ ഉപയോഗിക്കാം. മതിലുകൾ, റോഡുകൾ, കെട്ടിടങ്ങൾ എല്ലാം ഇവയിൽ ഉൾപ്പെടും. ഈ LIDAR ടെക്നോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലേസർ റേസ് ആണ്. ലേസർ രശ്മികൾ ഭൂമിയിലേക്ക് വീഴും, താഴെയുള്ള മുഴുവൻ ഭൂമിയെയും സ്കാൻ ചെയ്യും. ഈ ലേസർ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കും. അങ്ങനെ പ്രതിഫലിക്കുന്നതിനെ 2D ആയും 3D ഇമേജായും എടുക്കും. ഒരു വീടുണ്ടെങ്കിൽ ആ വീട് മാത്രം ലഭിക്കും. അതിനടുത്തുള്ള ചെടികളോ മരങ്ങളോ പുല്ലുകളോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. അങ്ങനെ ഗോട്ടമേല റെയിൻ ഫോറസ്റ്റിന്റെ വെറും 16% മാത്രം ഗവേഷണം നടത്തി. അത്രയും റിസർച്ച് ചെയ്തപ്പോൾ തന്നെ മായൻസിന്റെ പല കാര്യങ്ങളായിരുന്നു കണ്ടെത്താൻ സാധിച്ചത്. 2019, 20, 21 കാലയളവിനുള്ളിൽ ഗവേഷണം നടന്നപ്പോൾ ഇതാണ് അവരുടെ ലാസ്റ്റ് സിറ്റി, ഇതാണ് അവരുടെ ലാസ്റ്റ് സിറ്റി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ 2023 ഒരു കാര്യം കണ്ടെത്തി, അതിനെയും ഇതാണ് ലാസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ലാസ്റ്റ് സിറ്റി ഏത് എന്നറിയണമെന്നുണ്ടെങ്കിൽ അവശേഷിക്കുന്ന 84% ആ മഴക്കാടുകളെയും സമ്പൂർണ്ണ ചരിത്രത്തിനായി സ്കാൻ ചെയ്യേണ്ടി വരും.
എങ്കിൽ മാത്രമേ മായൻസിന്റെ ലാസ്റ്റ് സിറ്റി ഏതാണ് എന്നുള്ളത് തറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. റിച്ചാർഡ് ഹാൻസൺ ഇദ്ദേഹമാണ് ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരുമായി ഒരു പ്രധാന അന്താരാഷ്ട്ര പുരാവസ്തു ഗവേഷണ സംഘമായി മധ്യ അമേരിക്കയിലെ മായൻ നാഗരികതയിലെ ഏറ്റവും വലുതും പുരാതനവുമായ ചില പുരാതന നഗരങ്ങളെ തേടിപ്പോയത്. ഇദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ ആദ്യത്തെ പൗരൻ എന്നത് മായൻസ് ആണ്. അമേരിക്കയുടെ എന്ന് പറയുന്നതിനെക്കാട്ടിലും മായൻസ് ജീവിച്ചിരുന്ന ആ സ്ഥലമായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ പ്രവിശ്യ എന്നും പറയുന്നു. ഇവർ ഏതൊക്കെ സ്ഥലത്താണ് ടെക്നോളജി വൈസ് റിസർച്ച് ചെയ്തത്, ആർക്കിയോളജിക്കൽ സർവേ എവിടെയൊക്കെയാണ് ചെയ്തത് എന്ന് നോക്കിയാൽ എൽ മിറാഡോർ, നഗ്ബെ, എൽ പെസ്ക്യൂറോ, എൽ ടിൻഡൽ, വക്ന, സുൽനാൽ ഇതെല്ലാം മായൻസ് ജീവിച്ചിരുന്ന പ്രദേശമായി കരുതപ്പെടുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എൽ മിറാഡർ. ഇതിനെ ബ്രഹ്മാണ്ഡ സിറ്റി എന്ന് പറയുന്നു. നാഗരികതയുടെ തൊട്ടിലായി കരുതപ്പെടുന്നതും ഈ ഒരു സ്ഥലത്തെയാണ്. ഈ എൽമിറാഡർ എന്ന സ്ഥലത്ത് 70 ലക്ഷം മനുഷ്യർ ജീവിച്ചിരുന്നതായി പറയുന്നു. ഇപ്പോൾ LIDR എന്ന ടെക്നോളജിയുടെ കൂടെ ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം GIS നിർമ്മിച്ച മാപ്പ് വഴിയാണ് പുരാതന നിർമ്മിതികൾ കണ്ടെത്തിയത്. ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതത്തിന് കാരണമായി. യാതൊരു ബന്ധവുമില്ലാതെ കാടിനുള്ളിൽ ചെറിയൊരു ഭാഗം അവരുടെ കണ്ണിൽപ്പെട്ടു. അവിടെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഗവേഷണം നടത്തി. അങ്ങനെ നോക്കുമ്പോൾ ഒരു സിറ്റി കണ്ടെത്തി. അപ്പോഴാണ് മനസ്സിലായത് മായൻസ് പുറം ലോകത്തിൽ മാത്രമല്ല കാടിനുള്ളിൽ പോയും ജീവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ കാടിനുള്ളിൽ പോയി ജീവിച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവരത് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പുറം നാട്ടിലെ മായൻസിന്റെ സിറ്റീസ് നോക്കുമ്പോൾ അവിടെ ചില ബുള്ളറ്റും തോക്കുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പല മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും കണ്ടെത്തി. ഇതൊക്കെ കാണുമ്പോൾ പുരാവസ്തു ഗവേഷകർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. പല നാടുകൾ കാരണം ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ളവർ നശിപ്പിക്കപ്പെട്ടു എന്ന്. ആരുടെയൊക്കെയോ അധിനിവേശം കാരണം അടിച്ചമർത്തി ശിഥിലമാക്കി ബാക്കി വന്ന ഒരു കൂട്ടം മായൻസ് കാടിനുള്ളിലേക്ക് ഓടി ഒളിച്ച് ജീവിച്ചു എന്നും പറയുന്നു. ഇതിൽ മതത്തിനായി വലിയൊരു യുദ്ധം തന്നെ നടന്നു. ക്രിസ്തീയ മതത്തെ ലോകമെമ്പാടും പടർത്താനായി പല മായൻസിനെയും കൊന്നുവെന്ന് ഇപ്പോൾ സ്പെയിനും സമ്മതിക്കുന്നുണ്ട്. മായൻ സംസ്കാരത്തിന്റെ ക്ലാസിക് കാലഘട്ടം 250 മുതൽ 900 വരെ നീണ്ടു നിന്നു. അതിനു മുൻപേ അവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പരിഷ്കൃതരായ മനുഷ്യർ എന്ന് നമ്മളെ തന്നെ പറയുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് തന്നെ മായൻസ് അവരുടെ നാടിനെ ഒരു സിറ്റിയായി തിരിച്ച് എവിടെയാണ് ജീവിക്കണം, എവിടെ കൃഷി ചെയ്യണം, എവിടെ മാലിന്യം പുറന്തള്ളണം, എങ്ങനെ വഴിയുണ്ടാക്കണം, എങ്ങനെ ഹൈവേ ഉണ്ടാക്കണം എന്നുള്ളതെല്ലാം മനസ്സിലാക്കി അത് രൂപകൽപ്പന ചെയ്ത് ജീവിച്ചു എന്നുള്ളത് കണ്ടെത്തിയപ്പോൾ പലരെയും അത് അത്ഭുതപ്പെടുത്തി. ഇവയേക്കാളും തയാസൽ എന്ന സ്ഥലമാണ് കാടിന്റെ നടുവിലുണ്ടായിരുന്ന ആ സ്ഥലം. ഈ തയാസൽ പ്രോജക്റ്റിൽ ജോലി ചെയ്ത ഗവേഷകർ പറഞ്ഞത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം സ്പെയിൻ നാട്ടുകാർ വന്ന് അവരുടെ വേട്ട നടത്തി. എന്നാൽ തയാസൽ എന്ന സ്ഥലത്ത് 4 തവണ സ്പെയിൻ അവരുടെ പട്ടാളത്തെ കൊണ്ടുവന്നു. 4 തവണയും പരാജയപ്പെട്ട് 5-ാം തവണ അവർ അതിശക്തമായ ആയുധങ്ങൾ കൊണ്ടുവന്ന് അവിടെയുള്ള ജനങ്ങളെ കൊന്നുവെന്നുള്ള കണ്ടെത്തൽ നടത്തി. വ്യക്തമായി പറഞ്ഞാൽ AD 1524 സ്പെയിൻ നാട്ടുകാർ മായൻ സംസ്കാരമുള്ള ഈ ഒരു നാട്ടിലേക്ക് കാലുകുത്തി. 1524 മുതൽ ഏകദേശം 300 വർഷത്തോളം സ്പെയിൻ നാടിന്റെ ആധിപത്യത്തിലായിരുന്നു ഈ മെക്സിക്കോയിലെ പല ഭാഗങ്ങളും ഉണ്ടായിരുന്നത്. അതായത് മായൻസിനെ അവരുടെ കൈക്കുള്ളിലാക്കാൻ അവർക്ക് 300 വർഷമെടുത്തു. ഈ 300 വർഷത്തിൽ തന്നെ ആ മായൻസിന്റെ എല്ലാ നിർമ്മിതികളെയും ആ ജനങ്ങളിൽ പകുതിയോളം പേരെയും നശിപ്പിച്ചു. 1541 20 വർഷത്തിൽ തന്നെ മായൻസിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചു. ഇതിൽ കാടോട് ചേർന്ന് ജീവിക്കുന്ന, കാടിന് പുറത്ത് ജീവിക്കുന്ന എല്ലാവരും മരിക്കുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ രക്ഷപ്പെടാനും അതിജീവിക്കാനുമായി കാടിനുള്ളിലേക്ക് ഓടാൻ തുടങ്ങി. ഇതിൽ 1685 സ്പെയിൻ ഒരു വലിയ സൈന്യത്തെ അയച്ച് മായൻസിനെ കൊന്നു തള്ളുന്നു. അതിലും തയാസൽ എന്ന സ്ഥലം രക്ഷപ്പെടുന്നു. അവസാനം 1697 മാർച്ച് 13 മാർട്ടിൻ ഡി ഉർസുവ എന്നയാൾ ആ സ്ഥലത്ത് സ്പെയിൻ ആർട്ടിലറി ഷിപ്പ് വഴി പോവുകയും അവിടെയുള്ള ജനങ്ങളെ കൊല്ലാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അവസാനം കൊല്ലുകയും ചെയ്തു. ഇതാണ് ചരിത്രം. 1697 സ്പാനിഷ് അധിനിവേശത്തിന് വഴങ്ങിയ അവസാനത്തെ മായൻസ് നഗരമായിരുന്നു തയാസൽ. ഈ ഒരു ചരിത്രം ഗവേഷകർ പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരാണോ രക്തമാണോ വരുന്നതെന്ന് പോലും ചിന്തിക്കാൻ സാധിക്കില്ല. അത്രത്തോളം ക്രൂരതകൾ മായൻസ് അനുഭവിച്ചിരുന്നു. അവർ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ, അവർ താമസിച്ച സ്ഥലം, അവരുടെ ഭൂമി, ഇതെല്ലാം സ്പെയിൻ നാട്ടുകാർ നശിപ്പിക്കുമ്പോൾ അതെല്ലാം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട് ഒന്നും ചെയ്യാനാകാതെ കണ്ണുനീർ പൊഴിച്ചു എന്നുള്ള ചരിത്രം പോലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറും ചരിത്രമല്ലേ? അവിടെ മനുഷ്യർ ജീവിച്ചു, മരിച്ചു. ഇതൊക്കെ നമുക്ക് എന്തിന് എന്ന് ചിന്തിച്ച് നമ്മളതൊക്കെ കടന്നു പോകും. ഒരുപക്ഷെ നമ്മുടെ പൂർവികർ അവരിൽ നിന്നുള്ള ഒരാളായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ചരിത്രമാണ്. ഈ ചരിത്രം അവരോടുകൂടി അവസാനിപ്പിക്കാൻ പാടില്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ പിരമിഡ് മായൻസ് ആണ് പണിതത്.
ഈജിപ്തിലെ പിരമിഡുകളെക്കാട്ടിലും മായൻസ് പണിത പിരമിഡ് എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു, അതുപോലെ വലിപ്പത്തിലും വളരെ വലുതായിരുന്നു. എന്നാൽ അവയെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, വെറും 16% മാത്രമേ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളൂ. അത് തന്നെ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമായി. ഇനിയും 14,000 ചതുരശ്ര കിലോമീറ്റർ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ എത്ര കലാവസ്തുക്കൾ, എത്ര നിർമ്മിതികൾ, എത്ര ചരിത്രം. അത് സന്തോഷമായാലും സങ്കടമായാലും ആ ചരിത്രം പുറം ലോകം അറിയണം. ആ മഴക്കാടുകളിൽ ആഴത്തിലുള്ള മായൻസ് മേഖലയിൽ മായൻ നാഗരികതയുടെ അവശിഷ്ടങ്ങൾ 1 സഹസ്രാബ്ദമോ അതിലധികമോ സസ്യജാലങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുകയായിരിക്കും. ആ ഒരു ചരിത്രം ഇതുവരെ മാത്രമല്ല, ഇനിയും ഒരുപാടുണ്ട്. അവയെല്ലാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.